റിയാസ് ഭായി, ഒരു സമയത്തെ ഒരു പ്രവാസി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് മാറിയിട്ട് നമ്മൾ പ്രവാസികൾ, പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ നാട്ടിലൊക്കെ വീട് വെക്കുന്ന പോലെ ഇവിടെ സ്വന്തമായിട്ട് വീടുകൾ വെക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൺസ്ട്രക്ഷൻസിൽ ഒരു വലിയ ബൂം തന്നെ യുഎഇയിൽ സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കുറേയധികം ആർക്കിടെക്ചറൽ കമ്പനികൾ ഇവിടേക്ക് വരുന്നുണ്ട്. നാട്ടിലുള്ളവരുടെ കമ്പനികൾ വരുന്നുണ്ട്. പക്ഷേ പലപ്പോഴും പലരുടെയും ഒരു കൺഫ്യൂഷൻ ഈ ആർക്കിടെക്ചറൽ കമ്പനി ലീഗലൈസ്ഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവരുടെ ഡോക്യുമെന്റേഷൻസ് ചെയ്യുന്നതിന് കുറേയധികം നൂലാമാലകളുണ്ട് ഒരു കമ്പനി സെറ്റപ്പ് ചെയ്യുന്നതിനുള്ളതാണ്. എന്തൊക്കെയാണ് അതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്? കറന്റ്ലി അതൊരു ട്രെൻഡ് തന്നെയാണ്. ഉം. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ആർക്കിടെക്ട്സ് ഇവിടെ വരികയും കമ്പനി ഫോർമേഷൻ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ക്ലയൻസ് വരുന്നുണ്ട്. ഉം, ഉം, ഉം. എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ മുംബൈ ബേസ്ഡ് ആയിട്ട് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്ട്സ് ആണ് ഞങ്ങൾക്ക് ക്ലയൻസ് ആയിട്ട് കൂടുതൽ എൻക്വയറീസ് വന്നിട്ടുള്ളത്. ഉം. അതിൽ തന്നെ അവിടെ സെലിബ്രിറ്റീസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ അങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഉം. അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യയിൽ നിന്ന് നമുക്കറിയാം വലിയ തോതിൽ പണം ഒഴുകുകയാണ് ദുബായിലോട്ട്, അതായത് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ എക്സാക്ട്ലി. റെഡി ടു ഓക്യുപ്പൈ, അതുപോലെ പിന്നെ ഓഫ് പ്ലാൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകൾ, കമ്മ്യൂണിറ്റി, അതിൻ്റെയൊക്കെ അപ്പുറത്തോട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ നാദൽ ഷിബ ഉം, ഉം. അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ദുബായിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലാൻഡ് എടുത്തുകൊണ്ട് ദുബായിൽ മലയാളികളടക്കമുള്ള അല്ലെ ഇന്ത്യൻസ് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള സ്വന്തം വീട് ഇഷ്ടപ്രകാരം വെക്കുന്നുണ്ട്. വീടുകൾ ഉണ്ടാക്കുന്നത്. അതെ. അപ്പം അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഉം, ഉം, ഉം. പിന്നെ അതുകൂടാതെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ആർക്കിടെക്ട്സ് ഫേംസുകൾ ഇപ്പോൾ ഇവിടെ ഈ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്നും രണ്ടും ഇല്ലല്ലോ, അതെ, അതെ, കണക്കിന് അതെ. ഡെവലപ്പേഴ്സാണ്. അതെ. അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യാനായിട്ടുള്ള ജോബ് സാധ്യത തേടിയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കൺസൾട്ടൻസീസ് കൺസൾട്ടൻസി സ്ഥാപിക്കാനായിട്ട് വരുന്നവരുണ്ട്. സ്ഥാപിക്കാനായിട്ട് വരുന്നുണ്ട്. ഈ ആർക്കിടെക്ചറിൽ ഒരു ചെറിയ ഫേമായിട്ട് സ്ഥാപിക്കണമെങ്കിൽ ഉം. നിങ്ങൾ ഒരു ഇപ്പം സാധാരണ ഇപ്പം 3D റെൻഡേഴ്സ് ഒക്കെ ചെയ്ത് ഒരു ആർക്കിടെക്ചറിൽ ഒരു ഒരു തേർഡ് പാർട്ടിക്ക് ഒരു ഔട്ട്സോഴ്സിങ് കമ്പനി പോലെയൊക്കെ കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. ഉം, ഉം, ഉം. ആർക്കിടെക്ചറൽ ഡ്രോയിങ്, ഈ ഡിസൈൻ പാർട്ട്, ബിൽഡ് പാർട്ടല്ല, ഉം, ഡിസൈൻ ഉം, ആൻഡ് ഉം. ബിൽഡിൽ ഡിസൈൻ പാർട്ട് മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഉം, ഉം, ഉം. അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ആർക്കിടെക്ചറൽ പ്രോസ്പെക്റ്റീവ് ഡിസൈൻ സർവീസസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ദുബായ് മുനിസിപ്പാലിറ്റിൻ്റെ അപ്രൂവൽ ഒന്നും ഇല്ലാത്ത ആക്ടിവിറ്റിയിൽ നമുക്ക് ചെയ്യാനേ സാധിക്കും. അത് ഡയറക്റ്റ് കസ്റ്റമറിലേക്കല്ല, ഈ പറഞ്ഞ പോലെ കമ്പനി ടു കമ്പനി സർവീസുകൾ പോലെ B2B പോലെ അല്ലേ? ഡയറക്റ്റ് കസ്റ്റമർക്കും കൊടുക്കാൻ സാധിക്കും. ആ, ഞാൻ ഓ, ശരി. നേരത്തെ പറഞ്ഞ ബിൽഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാൻ കാരണം ഉം. ഇത് നേരെ തിരിച്ച് നമുക്ക് ഡിസൈൻ ബിൽഡ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഇത് ഒരു ഒരു ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്ചറൽ ഡ്രോയിങ് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ അപ്രൂവലിന് കൊടുക്കണമല്ലോ. ഉം, ഉം, ഉം. അങ്ങനെ അപ്രൂവലിന് കൊടുക്കണമെങ്കിൽ നമുക്ക് ദുബായ് മുനിസിപ്പാലിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ള ആർക്കിടെക്ചറൽ കൺസൾട്ടൻസിയുടെ ലൈസൻസ് തന്നെ വേണം. വേണം. ഉം. അങ്ങനെ വരുമ്പോൾ ദുബായ് മുനിസിപ്പാലിറ്റി ക്വാളിഫൈഡ് എഞ്ചിനീയേഴ്സ് വേണം ആ ഫേമിന്. ഉം, അതുപോലെ ഉം, ഉം. മുനിസിപ്പാലിറ്റി പറയുന്ന സ്ക്വയർ ഫീറ്റിലുള്ള ഓഫീസ് വേണം. അങ്ങനെയുള്ള കുറേ റിക്വയർമെന്റ്സ് ഉണ്ട്. ഉം, ഉം, ഉം. അപ്പോൾ ആ റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്താലേ നമുക്ക് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ യൂസർ നെയിം പാസ്വേഡ് കിട്ടുള്ളൂ. അതിനകത്ത് ഈ ഡ്രോയിങ്സ് അപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉം, ഉം. എല്ലാ അപ്രൂവൽസും ഒരു ആർക്കിടെക്ചറൽ ഫേമിന് മുഴുവൻ അപ്രൂവ് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ ഒരു പ്രൊജക്ടിനകത്ത് ദേവയുടെ അപ്രൂവൽസ് ഉണ്ടാവാം, ഉം. ദേവ ഇലക്ട്രിസിറ്റി ഡ്രോയിങ് കാര്യങ്ങൾ. അപ്പോൾ അതെ. ആർക്കിടെക്ചർ ലേഔട്ട്സ് ഉണ്ടാക്കുമ്പോൾ ഈ ഇലക്ട്രിസിറ്റി ലേഔട്ട്സ് ഒക്കെ ഈ ഇദ്ദേഹമായിരിക്കും ഉം, ചെയ്തിട്ടുണ്ടാവുക. ഉം. പക്ഷെ അതിന് തേർഡ് പാർട്ടിനെ കാണേണ്ടി വരും, ഇലക്ട്രിക്കൽ കോൺട്രാക്ടിങ് കമ്പനിയെ സമീപിക്കേണ്ടി വരും. DCD, ദുബായ് സിവിൽ ഡിഫൻസിൻ്റെ, അതായത് ഫയർ ഫൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട സ്പ്രിംഗ്ലർ, അതുപോലെ ഉം. പിന്നെ സ്മോക്ക് ഡിറ്റക്ടേഴ്സ് ഒക്കെ എങ്ങനെ സ്ഥാപിക്കാന്നൊക്കെ ഉള്ളതിന് അതിന് മറ്റു ലൈസൻസ് ഉണ്ട്. ഉം, ഉം, ഉം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു പ്രൊജക്റ്റിനകത്ത് തന്നെ ഗ്യാസ് പൈപ്പ് ലൈൻ ഉണ്ടെങ്കിൽ DCDൻ്റെ തന്നെ ഗ്യാസ് പൈപ്പ് ലൈൻ ചെയ്യുന്ന ലൈസൻസിൻ്റെ ആക്ടിവിറ്റി വേണം. അതായത് ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സിൽ ഗോൾഡ് ഓർണമെന്റ്സ് മാനുഫാക്ചറിങ്ങിലൊക്കെ ഗ്യാസ് പൈപ്പ് ലൈൻസ് ഉം, ഉണ്ട്. ഉം, ഉം. അപ്പം അങ്ങനെയാണ് ഇത് തന്നെ. അപ്പോൾ ഇതിനൊക്കെ സെപ്പറേറ്റ് ലൈസൻസ് ആണ്. ഞാൻ ലൈസൻസ് പറഞ്ഞു വേണം. വരുന്നത് അതെ. ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കിൽട്ടൺസ് ചെയ്യുന്ന ഒരു സർവീസും കൂടിയുണ്ട്. ഉം. ഇപ്പോൾ ഇത്തരം ആളുകൾക്ക് എക്സ്റ്റേണലി ഉള്ള DCD അപ്രൂവൽ, ഉം. അതുപോലെ പിന്നെ ദേവയുടെ അപ്രൂവലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ട്രേഡ് ലൈസൻസ് എടുത്തുകൊണ്ട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള അപ്രൂവൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനായി സാധിക്കും. ഓ, ശരി. അപ്പം ആർക്കിടെക്ട്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആളുകൾ ദുബായിലേക്ക് വരുമ്പോൾ ഈ രണ്ട് ടൈപ്പും ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഓപ്റ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് മുനിസിപ്പാലിറ്റിയിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ള ലൈസൻസ് എടുക്കാം, അല്ലെങ്കിൽ ചെറിയൊരു ലൈസൻസ് എടുത്ത് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ നമുക്ക് ആക്ടിവിറ്റി ആഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അല്ലെ, ഇന്റീരിയർ ലാൻഡ്സ്കേപ്പ് പോലെയുള്ള പല വിഭാഗങ്ങളിൽ പെടുന്ന ആർക്കിടെക്ചറൽ കമ്പനികൾ സെറ്റപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇതെല്ലാം വ്യക്തികൾ. ഡിസൈൻ ചെയ്യാം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ അവർ ബിൽഡ് ചെയ്യുന്ന പാർട്ടിലേക്ക് എത്തുമ്പോൾ ഉം. കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ബിൽഡ് ചെയ്യുക. ഞാൻ അതെ. ഉദ്ദേശിക്കുന്നത് ബിൽഡ് ചെയ്യാനുള്ള അപ്രൂവൽസ് എടുക്കുന്നത്. അപ്രൂവൽസിലേക്ക് വരുന്ന സമയത്തല്ലേ? ആ സമയത്ത് നമുക്ക് ഈ മുനിസിപ്പാലിറ്റി അപ്രൂവലുള്ള ആക്ടിവിറ്റി വേണ്ടി വരും.